ഈ ദിവസം പ്രധാനമായിട്ടും യോശുവയുടെ ജീവിതത്തിൽ നിന്നുള്ളതായ ആത്മീയ പാഠങ്ങൾ നമുക്ക് പഠിക്കുവാൻ നോക്കാം. ഒന്നാമതായി, യോശുവയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ദൈവം ഇങ്ങനെ പറയുവാനിടയായി. എന്താണ്? യോശുവ ചെറുപ്പക്കാരനായിരുന്നു. യോശുവ ചെറുപ്പക്കാരനായിരുന്നു. പുറപ്പാട് പുസ്തകം 33 അധ്യായം 11 വാക്യം. ഇവിടെ 2 വിഷയങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. പിന്നെ അവൻ പാളയത്തിലേക്ക് മടങ്ങി വന്നു. അവൻ്റെ ശുശ്രൂഷക്കാരനായ നൂന്റെ പുത്രനായ യോശുവ എന്ന ബാല്യക്കാരനോ കൂടാരത്തെ വിട്ടുപിരിയാതെയിരുന്നു. 9 വാക്യം. മോശെ കൂടാരത്തിൽ കടക്കുമ്പോൾ മേഘസ്തംഭം ഇറങ്ങി കൂടാരവാതിൽക്കൽ നിൽക്കുകയും യഹോവ മോശയോട് സംസാരിക്കുകയും ചെയ്തു. ജനമെല്ലാം കൂടാരവാതിൽക്കൽ മേഘസ്തംഭം നിൽക്കുന്നത് കണ്ട് ജനമെല്ലാം എഴുന്നേറ്റ് ഓരോരുത്തൻ താൻ്റെ കൂടാര വാതിൽക്കൽ വെച്ച് നമസ്കരിച്ചു. മോശെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചിലവഴിക്കുമ്പോൾ 1 മണിക്കൂർ ചിലവഴിച്ച് അല്ലെങ്കിൽ 2 മണിക്കൂർ ഇരുന്നിട്ട് പെട്ടെന്ന് മടങ്ങി വരുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല. മോശെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ ചില സന്ദർഭത്തിൽ 40 രാവും 40 പകലും അത്രത്തോളം സമയം ചിലവഴിക്കുന്ന ശ്രേഷ്ഠനായ ദൈവദാസനാണ്, പ്രവാചകനാണ്. അങ്ങനെയുള്ള ഒരു നേതാവായിരുന്നു. പ്രിയ സഹോദര സഹോദരി, മോശെ ദൈവത്തിൻ്റെ സന്നിധി അത്രത്തോളം സ്നേഹിച്ചു. അങ്ങനെ താൻ ദൈവസന്നിധിയെ ഇഷ്ടപ്പെട്ട് ശുശ്രൂഷകൾ ചെയ്തു പോരുമ്പോൾ തനിക്ക് സഹായിയായിട്ട് തനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഒരു ബാല്യക്കാരൻ അവൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. ബാല്യക്കാരൻ ആരാണ്? യോശുവ. ഇവിടെ 2 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒന്ന്, അവനാരാണ്? ബാല്യക്കാരൻ. ദയവിച്ചത് ശ്രദ്ധിക്കുക. ഏലിയാവിൻ്റെ കൂടെ ഒരു ശുശ്രൂഷക്കാരൻ ഉണ്ടായിരുന്നു. ആരാണവൻ? എലീശ. ബാല്യക്കാരൻ, അതായത് ശുശ്രൂഷ ചെയ്യുന്നവൻ, അതായത് ദാസൻ, സെർവൻറ്റ്. ദാസനെ എന്താണ് ഇംഗ്ലീഷിൽ വിളിക്കുന്നത്? സെർവൻറ്റ്. എന്താണ് സെർവൻ്റ് എന്ന് നമ്മൾ പറയും? ലളിതമായ രീതിയിൽ പറയുകയാണ്. എന്താണെന്ന് സെർവൻ്റ് വരാത്തത് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തി വന്നില്ലെന്നാണോ? എന്നാൽ നമ്മുടെ ഭാഷയിൽ അത് വേലക്കാരനാണ്. എന്താണ്? പണി ചെയ്യുന്ന മനുഷ്യൻ. മോശയുടെ അടുക്കൽ യോശുവ ബാല്യക്കാരനായിരുന്നു, അതായത് അവനൊരു പണി ചെയ്യുന്നവനായിരുന്നു. മോശ ചെയ്യുന്ന ശുശ്രൂഷയിൽ തന്നോട് കൂടെ നിൽക്കുമായിരുന്നു. എപ്പോഴായിരുന്നു ഈ ജോലിയൊക്കെ ചെയ്യുന്നത്? ജോലി ചെയ്തതിൻ്റെ ശേഷമാണോ? ആരോഗ്യം പോയതിന് ശേഷമാണോ? റിട്ടയർഡ് ആയതിൻ്റെ ശേഷമാണോ? നാളെയോ മറ്റന്നാളോ എന്ന രീതിയിലായിരിക്കുന്ന സമയത്ത് അപ്പോഴാണോ ദൈവവേല ചെയ്യുന്നത്? അപ്പോഴാണോ ശുശ്രൂഷ ചെയ്യുന്നത്? അപ്പോഴാണോ കർത്താവിനെ സേവിക്കുന്നത്? പലരും ഇതാണ് ചെയ്യുന്നത്. ഉണ്ടായിരിക്കുന്ന ശക്തിയും ബലവുമൊക്കെ ലോകത്തിനു വേണ്ടി ചിലവഴിച്ചിട്ട്, കഴിവുകളും ബുദ്ധിയുമെല്ലാം പിശാചിനു വേണ്ടി ചിലവഴിച്ചിട്ട്, ബലഹീനരാകുന്ന സമയത്ത്, ശരീരം അനങ്ങാതിരിക്കുന്ന സമയത്ത്, കർത്താവേ നിൻ്റെ വേല ചെയ്യാം, നിന്നെ ഞാൻ സേവിച്ചു കൊള്ളാം, ആ വയസ്സിൽ നമ്മൾ സമർപ്പിക്കുകയാണെങ്കിൽ അതെത്രത്തോളം ശരിയാണ്? ഒരു നിമിഷം ചിന്തിക്കുക. യോശുവ യൗവനക്കാരൻ, ചെറുപ്പക്കാരനാണ് എന്ന് ബൈബിളിൽ പറയുന്നു. യൗവനപ്രായത്തിൽ ദാസന്റെ വേല ചെയ്യുക, യൗവനപ്രായത്തിൽ ശുശ്രൂഷയിൽ ഭാഗവാക്കാവുക, യൗവനപ്രായത്തിൽ ദൈവത്തിൻ്റെ ദാസനായ മോശയോട് കൂടെ മോശയ്ക്ക് ആവശ്യമുള്ളതായ കാര്യങ്ങൾ ഒരു കുറവും കൂടാതെ ചെയ്യുന്ന കാര്യം താൻ ഏറ്റെടുത്തു. യൗവനത്തിൽ ദൈവവേല ചെയ്യുന്നത്, യൗവനത്തിൽ ശുശ്രൂഷ ചെയ്യുന്നത്, യൗവനപ്രായത്തിൽ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നത്, കർത്താവിൻ്റെ വേല ചെയ്യുക എന്നത് മഹാഭാഗ്യം തന്നെയാണ്. യൗവനത്തിലെ മക്കൾ ബലവാന്റെ കയ്യിൽ അസ്ത്രം പോലെയാണെന്നാണ് ബൈബിളിൽ പറയുന്നത്. യൗവനപ്രായത്തിൽ നുകം ചുമക്കുന്നത് മനുഷ്യന് നന്മയാണ്. പ്രിയ മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളെ ചെറുപ്പം മുതൽ തന്നെ ദൈവവേല ചെയ്യേണ്ടതിനുള്ള ആത്മഭാരം കൊടുത്ത് വളർത്തുക എന്ന കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു.
മഹാപരിശുദ്ധനായ സ്നേഹവാനായ പിതാവേ, അവൻ ദാസനായിരുന്നു, അവൻ യൗവനക്കാരനായിരുന്നു. എന്നാൽ ദാസനാണെങ്കിലും വേലക്കാരനാണെങ്കിലും ശുശ്രൂഷക്കാരനാണെങ്കിലും അവൻ നിന്നെ ഒരുപാട് മഹത്വപ്പെടുത്തി. കാരണം നിന്റെ വേല ചെയ്യുന്നവനായിരുന്നു. നിന്റെ സന്നിധിയെ അവൻ സ്നേഹിച്ചു. നിന്റെ സന്നിധിയിൽ തന്നെ കൂടുതൽ സമയത്തെ ചെലവഴിച്ചു. ഈ കാലത്ത്, ഈ അന്ത്യനാളുകളിൽ നിന്റെ സന്നിധിയിൽ സമയം ചെലവഴിക്കുന്നതിനുള്ള ദാഹവും ആഗ്രഹവും വാഞ്ചയുമൊക്കെ കുറഞ്ഞു പോകുന്ന കർത്താവേ, യോശുവ, ദൈവമേ, നിന്റെ സമാഗമന കൂടാരത്തിൽ, അതായത് നിന്റെ ആലയത്തിൽ തന്നെ കൂടുതൽ സമയത്തെ ചെലവഴിച്ചു. കാരണം അവൻ വിശുദ്ധനായിരുന്നു. വിശുദ്ധിയെ സ്നേഹിച്ച യോശുവ വിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയെ സ്നേഹിച്ചു. ഇന്ന് ഞങ്ങളുടെ നടുവിൽ ശുശ്രൂഷ ചെയ്യുന്ന അനേകം ആളുകളുണ്ട്. നിന്റെ വേല ചെയ്യുന്ന ദാസന്മാരുണ്ട്. കർത്താവെ, അവരാരാണെങ്കിലും വിശുദ്ധിയോടെ ജീവിക്കുവാൻ അവരെല്ലാവരെയും സഹായിക്കുമാറാകണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു.